സ്തുതിയായിരിക്കട്ടെ. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്ന തിരുവചനം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 5-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള തിരുവചനങ്ങളാണ്. ഇതിൽ യേശു തന്റെ പ്രഥമ ശിഷ്യരെ തിരഞ്ഞെടുക്കുന്നതിനെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. അവിടെ നമ്മൾ കാണുന്നത് രാത്രി മുഴുവനും അധ്വാനിച്ചിട്ടും ഒന്നും ലഭിക്കാതെ വല കഴുകി ഒതുക്കി വെക്കുന്ന മീൻപിടുത്തക്കാരെയാണ്. യേശു അതിലെ ഒരു വള്ളത്തിന്റെ ഉടമയായ ശിമോൻ പത്രോസിനോട് പറയുന്നു, വള്ളം കരയിൽ നിന്ന് അല്പം അകലേക്ക് നീക്കിയിടാൻ. യേശു വള്ളത്തിന്റെ അമരത്തിരുന്ന് അവരെ പഠിപ്പിക്കുന്നു. ഒരു പക്ഷേ യേശു അവരെ പഠിപ്പിച്ചത് പാപബോധത്തെക്കുറിച്ചും പശ്ചാത്തലത്തെക്കുറിച്ചും മാനസാന്തരത്തെക്കുറിച്ചും ഒക്കെ ആയിരുന്നിരിക്കണം. പഠിപ്പിച്ചതിന് ശേഷം യേശു ശിമോൻ പത്രോസിനോട് പറയുന്നു, ആഴത്തിലേക്ക് നീക്കി വലയിടുക. അപ്പോൾ ശിമോൻ പത്രോസ് പറയുന്നുണ്ട്, രാത്രി മുഴുവനും അധ്വാനിച്ചിട്ടും ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല, എങ്കിലും നീ പറയുന്നത് അനുസരിച്ച് വലയിറക്കാം. അവർക്ക് അവിടെ 2 വള്ളം നിറയെ മത്സ്യം ലഭിക്കുന്നുണ്ട്. യേശുവിന്റെ മഹത്വം അവരോട് തിരിച്ചറിയുകയായിരുന്നു. ശിമോൻ പത്രോസ് പറയുകയാണ്, കർത്താവേ, എന്നിൽ നിന്ന് അകന്നു പോകണമേ, ഞാൻ പാപിയാണ്. തങ്ങൾക്ക് കിട്ടിയ മീനിന്റെ പെരുപ്പത്തെപ്പറ്റി അവർ അത്ഭുതപ്പെടുന്നുണ്ട്. എങ്കിലും അവർക്ക് ആ സമ്പത്ത് ക്രിസ്തു എന്ന സമ്പത്തിനേക്കാൾ വലുതല്ലായിരുന്നു. അതുകൊണ്ടാണ് ജീവിക്കാൻ വേണ്ടി മീൻ പിടിക്കാൻ ഇറങ്ങി തിരിച്ചവർ ആത്മാക്കളെ നേടുവാനായിട്ട് ഇറങ്ങിത്തിരിക്കുന്നത്. പ്രിയമുള്ളവരെ, ഈ നോമ്പുകാലത്ത് നമുക്ക് 3 കാര്യങ്ങൾ ശ്രദ്ധിക്കാം. 1, യേശുനാഥൻ പറയുന്നത് കേൾക്കാം. നമ്മുടെ ജീവിതത്തിന്റെ അമരം നമുക്ക് യേശുനാഥനായി ഒഴിഞ്ഞു കൊടുക്കാം. 2ാമതായി, യേശുനാഥൻ നമുക്കായി ഒരുപാട് കൃപകൾ വർഷിക്കുമെന്നുള്ള തിരിച്ചറിവാണ്. നമ്മുടെ പാപങ്ങൾ തിരിച്ചറിഞ്ഞ് നമുക്ക് മാനസാന്തരത്തിലേക്ക് തിരിയാം. 3ാമതായി, നമുക്ക് എല്ലാം ഉപേക്ഷിച്ച് യേശുവിന്റെ പിന്നാലെ പോയി ദൈവത്തിന്റെ പുത്രരായി രൂപാന്തരപ്പെടാം. പ്രിയമുള്ളവരെ, നമുക്ക് നമ്മോടൊപ്പമുള്ളവരുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് അവരെ സഹായിക്കുവാനും ക്രിസ്തുവിന് വേണ്ടി ഒരുപാട് ആത്മാക്കളെ നേടുവാനുമായി പരിശ്രമിക്കാം. ഈ നോയമ്പുകാലം നമുക്ക് പ്രയോജനപ്പെടുത്താം. എല്ലാവർക്കും അനുഗ്രഹപ്രദമായ ഒരു നോമ്പുകാലം ആശംസിക്കുന്നു. ഗോഡ് ബ്ലെസ് യു ഓൾ.